ഞാനിപ്പോൾ പോകുന്നത് കലിങ്കുമല വേട്ടുവൻ കോവിലേക്കാണ്. തിരുനെൽവേലിയിൽ ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് വന്ന സമയത്ത് ഹോട്ടൽ മുറിയിൽ കണ്ട ഒരു പടം, ആ പടം ഒരു റോക്ക് കട്ട് ടെമ്പിളാണെന്ന് അറിഞ്ഞപ്പോൾ അത് കാണാനുള്ളൊരു കൗതുകം കൊണ്ട് നേരെ ആദ്യം ശ്രീവല്ലിപുത്തൂർ ആദ്യം പ്ലാൻ ചെയ്തതാണ്. ശ്രീവല്ലിപുത്തൂർ ഒരുപാട് ചുമർ ചിത്രങ്ങളും ശില്പങ്ങളുള്ളൊരു ക്ഷേത്രമാണ്. അത് കണ്ട് ഉടനെ തന്നെ കലിങ്കുമലയിലേക്ക് തിരിച്ചു. ഈ കലിങ്കുമല തിരുനെൽവേലിയിൽ നിന്ന് 60 കിലോമീറ്ററും വടക്ക് മാറിയിട്ടാണ്. കോവിൽപ്പട്ടിയിൽ നിന്ന് 20 കിലോമീറ്റർ ഒരു ഗ്രാമപ്രദേശമാണ്. നിറയെ പാറക്കൂട്ടങ്ങളോടുള്ള വലിയൊരു മലയാണ്. അതിൻ്റെ മലയുടെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തൊരു ജൈന ക്ഷേത്രവും ഇപ്പോൾ ഇടതുഭാഗത്തായിട്ട് റോക്ക് കട്ട് ടെമ്പിളാണുള്ളത്. ഈ ക്ഷേത്രം മുകളിൽ നിന്ന് കാണുമ്പം വിരിഞ്ഞൊരു താമരവല തോന്നും പെട്ടെന്നൊരു നോട്ടം കാണുന്ന സമയത്ത്. സമയം ഉച്ചയ്ക്ക് 12 മണിയാണ്. നല്ല വെയിലാണ് ഇവിടെ, ശരിക്കും സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. ഈ ക്ഷേത്രം വലിയൊരു പാറ മുകളിൽ നിന്ന് വെട്ടിയെടുത്ത് ശില്പങ്ങളോട് കൂടി ഒരു പൂർണ്ണ ക്ഷേത്രം നിർമ്മിക്കാനുള്ള പ്ലാനായിരുന്നു അവരുടേത്. പക്ഷേ അത് മുകൾ ഭാഗം മാത്രമാണ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. താഴ്ഭാഗത്തേക്ക് അത് പൂർണ്ണതയിൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഈ ക്ഷേത്രം നിർമ്മിച്ചത് 8-ാം നൂറ്റാണ്ടിൽ ആണെന്ന് പറയപ്പെടുന്നുണ്ട്. 8-ാം നൂറ്റാണ്ടിലെ ആദ്യകാല പാണ്ഡ്യന്മാരാണത്ര ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 7 അടിയോളം മീറ്റർ ആഴത്തിൽ ചതുരാകൃതിയിൽ വലിയ പാറയിൽ നിന്നും വെട്ടിയെടുത്ത് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. മുകൾ ഭാഗം പൂർണ്ണമായ ശില്പങ്ങളോട് കൂടിയാണ്. വളരെ ഭംഗിയുള്ള ശില്പങ്ങളാണ്. ശരിക്കും എന്താ പറയുക, ഇത് കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകുമായിരുന്നു ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. അത്രയും ഭംഗിയുള്ള ശില്പങ്ങളാണ്. ശില്പങ്ങളുടെ പാരഡൈസ് എന്ന് ഒരു ഹിന്ദുവിൻ്റെ റിപ്പോർട്ടിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഇവിടെയുള്ള ശില്പങ്ങൾ ശിവക്ഷേത്രം ആയതുകൊണ്ട് ഇവിടെയുള്ള ശില്പങ്ങൾ ദക്ഷിണാമൂർത്തി, ശിവപാർവതി, അതുപോലെ മൃഗഭൂതാദി ഗണങ്ങൾ, കുരങ്ങന്മാർ, വ്യാളികൾ, നന്ദികേശൻ തുടങ്ങിയാണ് ശില്പങ്ങൾ. അതുപോലെ ഈ ചില ഡിസൈൻസുകൾ, പിന്നെ നിരനിരയായിട്ട് പോകുന്ന ഈ ഇതുണ്ട്, എന്താ പറയുക, ഭൂതങ്ങൾ നല്ല ഭംഗിയുള്ള ഭൂതഗണങ്ങൾ. അതുപോലെ നല്ല മികവാർന്ന ശില്പങ്ങളാണ് എല്ലാം തന്നെ. ഈ ക്ഷേത്രം പാണ്ഡ്യ വാസ്തുവിദ്യയും അതുപോലെ റോക്ക് കട്ട് വാസ്തുവിദ്യയും സമ്മേളിച്ച ഒരു മിശ്രിത ഒരു സൃഷ്ടിയാണ്. മാത്രമല്ല ഈ ക്ഷേത്രം നമ്മളെ എല്ലോറ, ഔറംഗാബാദിൽ കാണുന്ന എല്ലോറ ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു മിനിയേച്ചർ രൂപം കൂടിയാണ്. ശരിക്കും ഈ ക്ഷേത്രം പൂർത്തീകരിക്കപ്പെടുകയായിരുന്നെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായിട്ട് മാറുമായിരുന്നു. എന്നുവെച്ചാൽ മുകളിൽ നിന്ന് വെട്ടിയെടുത്ത് നിർമ്മിച്ച ക്ഷേത്രം എന്നുള്ള രീതിയിൽ. ഈ ക്ഷേത്രം തമിഴ്നാട് പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായിട്ട് നിലനിർത്തിയതാണ്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള വഴികളെല്ലാം വളരെ വൃത്തിയായിട്ട് കൈവരിയൊക്കെ കൂടിയിട്ട് നമുക്ക് കയറിപ്പോകാൻ പാകത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. വളരെ വൃത്തിയായിട്ട് തന്നെ അവർ സ്റ്റെപ്പുകളെല്ലാം പണിത് ആ ഭാഗത്തേക്ക് നമ്മൾ സേഫായിട്ട് എത്താനുള്ള ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രം പാണ്ഡ്യന്മാരെ കാലത്താണ് കുന്നിൻ മുകളിൽ നിന്നും ത്രിമാനത്തിൽ കൊത്തിയെടുത്ത കാലത്ത് പണിത ഏകശിലാ ക്ഷേത്രങ്ങളുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ ഇവിടെയുള്ളൊരു ദക്ഷിണാമൂർത്തി ഉണ്ട്, മൃദംഗം വായിക്കുന്ന ദക്ഷിണാമൂർത്തി. ഈ ഒരു ശില്പം ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് ചരിത്രകാരനായ ശിവരാമമൂർത്തി പറയുന്നത്. പിന്നെ ഈ മുകൾ ഭാഗം പൂർത്തിയാകിയതും താഴ്ഭാഗം പൂർത്തിയാകാത്തതുമായ ചില കഥകൾ പറയപ്പെടുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു ശില്പി ഇതിൻ്റെ പണി എടുക്കുന്ന സമയത്ത് ശില്പി കുറച്ച് കാലം മാറി നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ വന്ന് പണിയുകയും ആ പണിത ശില്പങ്ങൾ വളരെ മികവുറ്റതായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ ഇത് കണ്ട് അച്ഛൻ അസൂയാലുവാവുകയും അപ്പോൾ അദ്ദേഹം മകനെ കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പോൾ അതാണ് ആ ക്ഷേത്രം നിന്നുപോയതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്നുള്ളതും താഴെ നിന്നുള്ള ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. താഴെ കറക്റ്റായിട്ട് ആ ചെത്തി വെച്ചതുപോലെ ഉണ്ട്, മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ആ കട്ടായി പോയിരിക്കുകയാണ്. അവർ ശില്പം പണിയാനുള്ള ആ ഭാഗം തന്നെ കട്ട് ചെയ്ത് പോയിരിക്കുന്നു.